I don't usually win things, I always win things in my second year. Look, they said that I couldn't do it, so I went and did it. He actually did it. Guys, നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊക്കെ? ഹാരി കെയ്ൻ ഫൈനലി വോൺ എ ട്രോഫി ആൻഡ് ആ ഒരു സെയിം ഇയറിൽ തന്നെ ടോട്ടനത്തിനും ഒരു ട്രോഫി കിട്ടി. എനിക്കറിയാം കുറേ ആൾക്കാരുണ്ടാവും ക്രിസ്റ്റൽ പാലസ്, ന്യൂ കാസിൽ യുണൈറ്റഡ്, ഐ ഡോണ്ട് കെയർ. ഓക്കെ, ഐ ഓൺലി കെയർ അബൌട്ട് ദീസ് ടു. ഇവരാണ് ബോട്ടിൽ എന്ന് പറഞ്ഞ് ആൾക്കാർ ഇത്രയും ട്രോൾ ചെയ്ത്. യൂറോപ്പ ലീഗ് ഫൈനൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ടോട്ടനം. ഹോണസ്റ്റ്ലി ഷിറ്റ് ഗെയിം ബൈ ദ വേ. ലൈക്ക് സീരിയസ്ലി ടോട്ടനത്തിന് ട്രോഫി കിട്ടുമോ ഇല്ലേ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു മാച്ച് ഇരുന്ന് കണ്ടത്. അല്ലാതെ ഞാൻ അത്ര ആത്മാർത്ഥതയുള്ള ഒരു ഫുട്ബോൾ ഫാനൊന്നും അല്ല. ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫൈൻഡ് ഷെയിം. ഓക്കെ, നിങ്ങള് ടോട്ടനം ഹോട്ട്സ്പറിനെ ഒരു മേജർ ട്രോഫി, അതും യൂറോപ്പ ലീഗിന്റെ ഫൈനൽ ജയിക്കാൻ അനുവദിച്ച ഒരു ടീമാണ്. ഫൈൻഡ് ഷെയിം. നിങ്ങളെ ഹിസ്റ്ററിയിൽ നിങ്ങൾ എത്രത്തോളം അച്ചീവ് ചെയ്താലും ഇതൊരു ബ്ലാക്ക് മാർക്കായിട്ട് അവിടെ കിടക്കും. ഉള്ളുപ്പില്ലാത്ത ടീം. ഹോണസ്റ്റ്ലി ലൂക്ക് ഷോ സെന്റർ ബാക്ക് ഇൻ 2025. What are we doing? മാച്ചിലെ ഒരേ ഒരു ഗോൾ ബ്രണ്ണൻ ജോൺസന്റെ പേരിലാണ് വന്നിട്ടുള്ളത്. അത് ഓൺ ഗോൾ ആയിട്ട് പറയാ, ഗോൾ കീപ്പർ മിസ്റ്റേക്ക് ആയിട്ട് പറയാ, പലതായിട്ടും പറയാ. ബട്ട് എനിവേ അതൊക്കെ പോട്ടെ. ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫൈനലും അല്ലെങ്കിൽ ഈ ഒരു ട്രോഫി നേടാനുള്ള ഓപ്പർച്യൂണിറ്റിയും ബോട്ടിൽ ചെയ്യരുത് എന്നുള്ള ഒരു ആത്മാർത്ഥത ടോട്ടനത്തിൻ്റെ പല പ്ലേയേഴ്സിലും മാച്ച് മുഴുവൻ ഉണ്ടായിരുന്നു. ഓക്കെ, അവർ മാക്സിമം ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ യുണൈറ്റഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ടീം സെലക്ഷൻ തന്നെ കയ്യിൽ നിന്ന് പോലെ പോയേനെ കേട്ടോ. ഒരു മെൻ ഉണ്ടായിരുന്നില്ല. അവരുടെ സബ് വന്ന് അവസാനത്തെ കുറേ സമയത്താണ് അവരെന്തെങ്കിലുമൊക്കെ ശരിക്ക് ചെയ്തത്. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു ടൈമിൽ ടോട്ടനം മൊത്തത്തിൽ ഡിഫെൻസീവ് അപ്രോച്ചായി മാറിയിട്ടുണ്ടായിരുന്നു. എങ്ങനെങ്കിലും ഒരു ഗോളെങ്കിൽ ഒരു ഗോള്, ആ ഒരു ലീഡിൽ ജയിച്ചാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവർ കളിച്ചത്. ആൻഡ് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ട്രോഫി എന്ന് പറഞ്ഞാൽ ട്രോഫി, ഗോൾ എന്ന് പറഞ്ഞാൽ ഗോള്, അതൊക്കെ അത്രേ ഉള്ളൂ. വിക്കാരിയുടെ ഭാഗത്തുനിന്ന് കുറച്ച് കിഡിലൻ സേവ്സ്, എക്സ്പെഷ്യലി മാച്ചിന്റെ ലാസ്റ്റ് പാർട്ടിൽ ഉണ്ടായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഓഫ് കോഴ്സ് ദ മാച്ച് വിന്നിംഗ് മൊമെന്റ്, വാണ്ടവന്റെ ആ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ്, Sensational. ആൻഡ് മാച്ചിലെ റെഫറി ആളുടെ ഭാഗത്തുനിന്ന് കുറെ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും സീരിയസ് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിലും ആൾ കറക്റ്റ് ഡിസിഷൻസ് കൊടുക്കാത്തത് കാണുമ്പോൾ എനിക്കെന്തോ ഒരു കടി വന്നു, അത്രേ ഉള്ളൂ. സംഭവം ഹാരി കെയ്ൻ ഡിസേർവ്സ് ഇറ്റ്, ടോട്ടനം ഡിസേർവ്സ് ഇറ്റ്, അവരുടെ ഫാൻസ് ഡിസേർവ്സ് ഇറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് മിസ്സാവണത്, ഓക്കെ, ഈ 2025 മിസ്സായത് ജനറേഷണൽ മീം മെറ്റീരിയൽസ്, ജനറേഷണൽ ട്രോൾ മെറ്റീരിയൽസ് ആയ പല സംഭവങ്ങളാണ് ഫുട്ബോൾ സ്പേസിൽ നിന്ന്. അത് വലിയൊരു തീരാ നഷ്ടം തന്നെ ആവും. ബട്ട് ഓർ എൻജോയ് ചെയ്യട്ടെ. നമ്മളെ സന്തോഷത്തിന് കയ്യിൽ അല്ലെങ്കിലും ആരും ഒരു വില തരുന്നില്ലല്ലോ. വേറെ ഇപ്പം എന്താ, അൽ നാസർ വോൺ എ മാച്ച്, ഡോണ്ട് കെയർ. അണ്ണൻ മിസ് ദ പെനാൽറ്റി, ഡോണ്ട് കെയർ. അണ്ണൻ സ്കോർഡ് പെനാൽറ്റി, ഡോണ്ട് കെയർ. ആൻഡ് മാച്ച് കഴിഞ്ഞപ്പോൾ ആള് ഫാൻസിനോട് ഗുഡ് ബൈ പറയണ പോലുള്ള എന്തൊക്കെയോ ചെയ്തു എന്നും പറയണു, ഡോണ്ട് കെയർ. IPL മുംബൈ ഇന്ത്യൻസ് ക്വാളിഫൈഡ് ഫോർ പ്ലേ ഓഫ്സ്. ആദ്യത്തെ 5 മാച്ചിൽ 4 എന്തോ തോറ്റ ടീമാണ്. നിങ്ങൾ ആലോചിക്കണം, ഇപ്പോൾ ഒരു ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ബിഫോർ ബൂംറ, ആഫ്റ്റർ ബൂംറ. കാരണം ആള് വന്നതിന് ശേഷമാണ് ഈ ടീം ജയിക്കാൻ തുടങ്ങിയത്. അത് അത്രേ ഉള്ളൂ. ഹി ഈസ് ദ ഗോട്ട്. ഇതൊന്നും ഞാൻ ജിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയല്ല കേട്ടോ. ഇനി ക്രിക്കറ്റിലും അതും പറഞ്ഞ് വരില്ലേ. ഞാൻ ആക്ച്വലി ടീം മാറാതെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത ഒരു ടീമേ ഉണ്ടാവുള്ളൂ, അത് മുംബൈ ആണ്. ഫുട്ബോളിൽ ഞാൻ യുണൈറ്റഡ് ആയി, റയലായി, അൽ നാസറായി, പോർച്ചുഗലായി, ബ്രസീലായി, എന്തൊക്കെയൊക്കെ അയക്കണേ ഞാൻ. പക്ഷെ ഇവിടെ അങ്ങനല്ല. മുംബൈ ഇന്ത്യൻസ് മാത്രമേ ഇതുവരെ ആയിട്ടുള്ളൂ. ഇനി ഒരു തോൽക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ മാറും. ബട്ട് സ്റ്റിൽ ബൈ.